എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധമായ ഒരു വിഷു ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ വളരെ ലളിതമായി എന്നാൽ നല്ല ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു വിഷുക്കണി ഒരുക്കാം എന്നതാണ്. വിഷുവിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ അതിൻ്റെ തലേ ദിവസമോ അതിന് മുന്നത്തെ ദിവസമൊക്കെ തുടങ്ങും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഉണ്ണിയപ്പം, അട ഇതൊക്കെ ഉണ്ടാക്കി വെക്കലാണ്. അപ്പോൾ വൈകുന്നേരം തന്നെ വിഷുവിൻ്റെ തലേനാൾ വൈകുന്നേരം തന്നെ നമ്മൾ ഉണ്ണിയപ്പവും അടയൊക്കെ ഉണ്ടാക്കിയിട്ട് തയ്യാറാക്കി വെക്കും. അതും നമ്മൾ കണിയിൽ വെക്കാനുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ വൈകുന്നേരത്തോടു കൂടി നമുക്ക് വിഷുക്കണി ഒരുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ടേബിളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പട്ടൊക്കെ വെച്ചിട്ട്. കൃഷ്ണവിഗ്രഹത്തിൽ നമ്മൾ മുല്ലമാല ചാർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജമന്തിമാലയൊക്കെ നമ്മൾ ചാർത്തിയിട്ടുണ്ട്. വിളക്ക്, കഴുകി വെച്ച വിളക്ക് ഒരു ഓട്ടുരുളിയിലോ ഒരു പാത്രത്തിലോ ഉണങ്ങലരി, ഒരു തട്ടിൽ ഫലവർഗ്ഗങ്ങൾ, അത് എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ എല്ലാ ഫലവർഗ്ഗങ്ങളും വയ്ക്കാം, എല്ലാ ഫ്രൂട്ട്സും വയ്ക്കാം. നല്ലൊരു ചീർപ്പ് ചെറുപഴം മറക്കാതെ വയ്ക്കുക വിഷുക്കണിയിൽ. കിണ്ടിയിൽ വെള്ളം. അലങ്കാരത്തിന് വേണ്ടി നമുക്ക് വേറെ മറ്റ് വിളക്കുകൾ ഉപയോഗിക്കണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി തിരുതാട വയ്ക്കാം. നമ്മളത് ഉണങ്ങല്ലരിയുടെ മുകളിലായിട്ടാണ് തിരുതാട വയ്ക്കണത്. തിരുതാടയുടെ മുന്നിലായിട്ട് നല്ല സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരിക്ക വയ്ക്കുക. അതിനുശേഷം വാൽക്കണ്ണാടി വയ്ക്കുക. അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ അല്പം നെല്ല് വയ്ക്കാം. പിന്നെ നമ്മൾ വെക്കുന്നത് ഗ്രന്ഥങ്ങളാണ്. അത് എന്ത് ഗ്രന്ഥമാണെങ്കിലും കുഴപ്പമില്ല. ഞങ്ങളിവിടെ രാമായണമാണ് വെക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു കോടിമുണ്ടും കോടിമുണ്ടിൻ്റെ മുകളിലായിട്ട് സ്വർണ്ണമാലയും, ഒരു കോടിമുണ്ട് വെച്ചതിന് മുകളിലായിട്ട് സ്വർണ്ണമാലയും വെച്ചിട്ടുണ്ട്. സ്വർണം കണി കാണാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ വെള്ളി നാണയങ്ങളും കണി കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കണി വിഷു കൈനീട്ടമായിട്ട് കൊടുക്കാൻ ഉപയോഗിക്കണ നാണയങ്ങളും നോട്ടുകളും വെറ്റിലയും അടയ്ക്കയും വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അടയും ഉണ്ണിയപ്പവും വയ്ക്കാം. അടയും ഉണ്ണിയപ്പമൊക്കെ നമ്മൾ കാലത്തെടുത്തിട്ട് വെച്ചാലും മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെക്കണതാണ് ശർക്കര. ധാന്യങ്ങളോ വിത്തുകളോ നമുക്ക് കണിയിൽ വയ്ക്കാം. ഇനി കുറച്ച് ചിരാതുകൾ നമ്മൾ കൃഷ്ണവിഗ്രഹത്തിന് ചുറ്റുമായിട്ട് വെക്കുന്നുണ്ട്. കൃഷ്ണവിഗ്രഹം വെക്കുമ്പോൾ വിളക്കുകൊണ്ട് വിഗ്രഹം മറയാതെ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഉയരത്തിലായ കാരണം കുഴപ്പമില്ല. ഉയരത്തിലല്ലാത്ത ആൾക്കാർ പീഠത്തുമ്മൽ വെക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ചിരാതിൽ ഇതൊക്കെ നമ്മൾ എണ്ണ നിറച്ചിട്ട് വെക്കും തലേ ദിവസം തന്നെ കണി ഒരുക്കിയതിന് ശേഷം. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത വിഷുക്കണിയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് കണിക്കൊന്ന. അപ്പോൾ കണിക്കൊന്നയും നമ്മൾ വെക്കുന്നുണ്ട്. എത്ര കണിക്കൊന്ന കിട്ടുമോ അത്രയും വെച്ചാൽ അത്രയും ഭംഗിയാണ്. വിഷുക്കണിയും രാവിലെ ഉടയ്ക്കുന്ന നാളികേരവും നമ്മുടെ ആ വർഷത്തെ വിഷുഫലമാണ്. അപ്പോൾ ഇതേപോലെ നാളികേരം എടുത്തിട്ട് നാളികേരം ഉടച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം 2 നാളികേരത്തിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുക. ഇനി എണ്ണ ഒഴിച്ച് നമുക്ക് എല്ലാ വിളക്കിലും ചിരാതിലും മുന്നിൽ വെച്ചിട്ടുള്ള വിളക്കിലൊക്കെ എണ്ണ ഒഴിച്ചിട്ട് വെക്കാം. വിഷു ഒരു കാർഷികോത്സവം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫലവർഗ്ഗങ്ങളും, ചക്ക, മാങ്ങ, പഴങ്ങൾ, അതുപോലെ തന്നെ വിത്തുകൾ, നവധാന്യങ്ങൾ, ഇതെല്ലാം നമുക്ക് വിഷുക്കണിയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായൊരു വിഷു ആശംസിക്കുന്നു. നല്ലൊരു വിഷു എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും
ബൈ.